ഇനി നമ്മൾ സംസാരിക്കുന്നത് ടോയ്ലറ്റ് വാട്ടർ പ്രൂഫിങ്ങിന്റെ സ്റ്റെപ്പുകൾ, നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ടോയ്ലറ്റ് വാട്ടർ പ്രൂഫിംഗ് മാത്രമല്ല, ഏതൊരു വാട്ടർ പ്രൂഫിങ്ങിലെയും ആദ്യത്തെ ഘടകം സർഫസ് പ്രിപ്പറേഷൻ ആണ്. നമുക്ക് ഈ ടോയ്ലറ്റ് വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നതിന് മുമ്പ് സർഫസ് ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിൽ ഉചിതമായി ശരിയായ രീതിയിൽ ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബോർ പാക്കിംഗ് ആണ്. എന്ന് വെച്ചാൽ ഇതിൽ പല സ്ഥലത്തും പൈപ്പിന്റെ PVC പൈപ്പുകളുടെയോ CPVC പൈപ്പുകളുടെയോ സാന്നിധ്യവും കാര്യങ്ങളും ഉണ്ടാവും. ഈ പൈപ്പും കോൺക്രീറ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റർ തമ്മിൽ യോജിക്കുന്ന ഭാഗങ്ങളിൽ ക്രാക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാ പൈപ്പുകളും അതിന്റെ പെരിഫറിക്ക് ചുറ്റുമായിട്ട് ബോർ പാക്കിംഗ് എന്ന് പറഞ്ഞ നടപടിക്രമമാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ നടപടിക്രമം എന്ന് പറയുന്നത് നമ്മൾ കോർണർ മേക്ക് ചെയ്യുന്നതാണ്. നമ്മൾ വാട്ടർ പ്രൂഫിംഗ് മെംബ്രെയിന് ബ്രേക്ക് വരാൻ സാധ്യതയുള്ള ചെറിയ ഡാമേജുകൾ വരാൻ സാധ്യതയുള്ള ഇത്തരം പോയിന്റുകളിലൊക്കെ നമ്മൾ കോർണർ മേക്കിംഗ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്യണം. അത് സാധാരണ രീതിയിൽ ഒന്നുകിൽ നമുക്ക് SBR, സിമെന്റ്, വെള്ളം എന്നിവ മിക്സ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫൈബർ ഗ്ലാസ് മെഷുകൾ ആഡ് ചെയ്തിട്ട് ചെയ്യാം. ഡിഫറെന്റ് ടൈപ്പ് കോർണർ ടൈപ്പുകൾ വരുന്നുണ്ട്. ആ കോർണർ ടൈപ്പുകൾ വെച്ചിട്ട് ചെയ്യാം. അതിനുശേഷമാണ് നമ്മൾ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട നാലാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുന്നത്. വാട്ടർ പ്രൂഫിംഗ് ചെയ്തതിന് ശേഷം അഞ്ചാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ വാട്ടർ പ്രൂഫിംഗ് ലെയറിന് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. വാട്ടർ ലൈൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അതിന്റെ പ്രഷർ ടെസ്റ്റ് ചെയ്യേണ്ടത്, അത് ക്ലോസ് ചെയ്യേണ്ടത്, ഫ്ലോറിലുള്ള ഡ്രെയിനേജ് ലൈനുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ ടോയ്ലറ്റ് വാട്ടർ പ്രൂഫിംഗ് കഴിഞ്ഞ് അതിന്റെ മുകളിൽ ഒരു പ്ലാസ്റ്ററിംഗ്, പ്രൊട്ടക്റ്റീവ് പ്ലാസ്റ്ററിംഗ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം.